ഹായ് ഫ്രണ്ട്സ്, എനിബഡി ക്യാൻഡോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ മഹാരാഷ്ട്രയിൽ തന്നെയാണ്, നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഓൾറെഡി കുറച്ച് കാരണം റോഡിൽ അത്യാവശ്യം തിരക്കായി തുടങ്ങി. ഞങ്ങൾ ഇന്നലെ നിന്ന് ഒരു HP പമ്പിലാട്ടോ. ഈ പമ്പിൻ്റെ ഒരു പ്രത്യേകത ആ ബേക്കിൽ കാണുന്നുണ്ട്. അതെ, എന്ത് വേണം ചെയ്യാതൊക്കെ പറയല്ലേ നീ. ചിലവര് കുളിക്കാൻ സമ്മതിക്കില്ല. ഇവിടെ കുളിക്കാൻ വേണ്ടി ബാത്റൂം ഉണ്ട്. ഉറങ്ങാനല്ലേ ഞാൻ ചോദിച്ചു, ചേട്ടാ വണ്ടി ഒന്ന് പാർക്കിംഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങാനല്ലേ? ഇവിടെ കിടന്നോളെ. ഞാൻ ചോദിച്ചു ഏത് സൈഡിലാണ്. ചില പമ്പിൽ അങ്ങനെ വെച്ചാൽ ഏത് സൈഡിലാന്ന് ചോദിക്കണം നമ്മൾ. അപ്പോൾ പറയും അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിട്, ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിട്. നമ്മൾ നിർത്തി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ ഇവിടെ കൊണ്ടുവരുമ്പോൾ പുള്ളി പറയാം, നിങ്ങൾ എവിടെ വേണേലും ഇട്ടോ, എന്നിട്ട് നിങ്ങൾ ഉറങ്ങിക്കോളെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വൈകുന്നേരം നമ്മൾ ഇവിടെ പോയപ്പോ വല്ല വണ്ടിയും ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക്. ഇപ്പൊ ഫുള്ള് തിരക്കാണ്. എല്ലാം നമ്മള് മറ്റേ കാശ്മീരിലേക്ക് കേറുമ്പോ ഭയങ്കര തിരക്കല്ലേ. കാശ്മീരിലുള്ള മഞ്ഞക്കാലിൽ വാരിക്കൊണ്ട് പോയ ഈ ഗോവയിലുള്ള വെള്ളങ്ങളെല്ലാം വാരിക്കൊണ്ട് പോകുന്ന ഞാൻ ചൂടുന്നതാണോ? അല്ല, ഇതൊക്കെ ഗോവയിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. അതാണ് ഗോവയിലുള്ള ബീച്ചിലുള്ള വെള്ളങ്ങളൊക്കെ കോരി എടുത്തോണ്ട് പോകുന്നുള്ള. പക്ഷെ ഇന്നലെ രണ്ട് സൈഡും ഉണ്ടായിരുന്നു വഴി. ഒരു സൈഡായി. നമ്മള് പകല് ബ്ലോക്കിൽ കിടക്കേണ്ടി വരുമോ? അതാണ് ഈ ഒരു വഴി ആയ ബ്ലോക്ക് ഉറപ്പാണ്. കാരണം കുത്തി കയറ്റി എവിടെയെങ്കിലും കൊണ്ട് ആരെങ്കിലും വെക്കും. പിന്നെ ചിലപ്പോ അല്ലെങ്കിൽ ഒന്ന് തട്ടും, പണിയാവും ചെയ്യും, ബ്ലോക്കുവോ. ചേട്ടേ, ഇതിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴേ നമ്മള് നാട്ടിലെത്തി തോന്നുന്നില്ലേ? കേരളത്തിലേക്ക് ഫീലില്ലേ? പച്ചപ്പ് നല്ല, ഇവിടേക്ക് എത്തി പിന്നെ നല്ല പച്ചപ്പൊക്കെ ആയി. കൊറേ മാവും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇഷ്ടമാതിരി റോഡ് സൈഡിൽ കൂടെ ഒക്കെ അങ്ങനെ നോക്കാം. കർണാടകയിലുണ്ട്. ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് നമുക്ക് മാത്രം കഴിക്കാനേ കിട്ടുള്ളൂ. ഈ സൈഡിൽ കൂടി ചെറിയ തോടൊക്കെ ഒഴുകുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു തോട്. ഒരു മാവ് പൂത്ത് നിക്കുന്നില്ല, പക്ഷെ തളത്തുപോയി. ഏട്ടേ, ഇതൊരു ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നല്ലേ? പക്ഷെ ഇത് കണ്ടോ, എനിക്ക് കേരളത്തിൽ കൂടിയാണെന്ന് ഒരു ഫീൽ വരാൻ കാരണം എന്താ അറിയോ? വെട്ടുകല്ല്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെ വീടും ഒക്കെ എല്ലാം വെട്ടുകല്ല് വെച്ചാ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ മാവൊക്കെ കാണുമ്പോൾ നമ്മളൊരു വലിയൊരു ചൊരാണ് കേറിക്കൊണ്ടിരിക്കുന്നത്. അതും ഫോറസ്റ്റും ബസ്സുകളൊക്കെ വരുന്നുണ്ട്. ബസ്സുകളൊക്കെ തന്നെ പേടിക്കാൻ. പിന്നെ എന്തിനാ നമ്മളെ ആ വലിയ വഴി ഇതിലേക്ക് ഇറക്കിയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതിന്നല്ലേ റോഡ് പണിയൊക്കെ ആയതുകൊണ്ടാണോ അറിയില്ലല്ലോ. അമ്മച്ചീന്റെ ഓരോ കളികളെ. അമ്മച്ചി പറയണ പോലത്തോടെ പോയല്ലേ പറ്റുള്ളൂ. ഞങ്ങളുടെ ഒരു ആൾക്കൂട്ടം കണ്ടിട്ട് വണ്ടി നിർത്തിയതാട്ടോ. അങ്ങനെയല്ല, ഇങ്ങനെ വിളിച്ചാൽ മതി. ക്യാമറ പിടിപ്പിക്കാൻ പഠിക്കണം. ആൾക്കൂട്ടം കണ്ടിട്ട് വണ്ടി നിർത്തിയതാട്ടോ. കാരണം ഇവിടെ എന്തോ ചന്തദൂസ് എന്തോ, ഇവിടെ ചന്തദൂസ അങ്ങനെ എന്തോ ആന്ന് തോന്നുന്നു. കൊടകൾ അങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും അവിടെ ഭയങ്കര തിരക്കും കേട്ടോ. സംഭവം എന്താ, ആ ഒരു ഭാഗത്ത് ഭയങ്കര തിരക്കും ഭയങ്കര വണ്ടിയൊക്കെ. വേറെ സ്ഥലത്തേക്കൊന്നും ഇല്ലാതാനും അല്ലേ? മുമ്പ് അങ്ങോട്ടൊക്കെ അതിന് മേളിൽ കൊക്കുകൾ ഇരിക്കുന്നുണ്ടോ? ആകാശത്തേക്കാണ് കാണിക്കുന്നത് കൊക്കെന്നും പറഞ്ഞേ. എന്തോരം കൊക്ക, അല്ലാണ്ട് കളിയാക്കല്ലേ. ആൻസി വീഡിയോ പിടിക്കുന്നത് ശരിയാവുന്നില്ല കേട്ടോ. ശരി, ഇപ്പോഴേ പറഞ്ഞേക്കാം ഞാൻ. ആൻസി, ഞാൻ പറഞ്ഞില്ലേ ഇത് ചീര ഐറ്റംസ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചന്ത ദിവസാന്ന്. അതാണ് സംഭവം. ഇതെന്താ സഹ്യാദ്രി നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ. ഇവിടുന്ന് ഉള്ളിലേക്കാണ് കണ്ടോ, അവിടുന്ന് ഉള്ളിലേക്കാണ് കാര്യങ്ങൾ കേട്ടോ. ഫുൾ കടയും കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ ഫുള്ള് ഫ്രൂട്ട്സും. ഇതെനിക്ക് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നേ, നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ചൊവ്വാഴ്ച ചന്ത എന്നും പറഞ്ഞൊരു ചന്തയുണ്ട്. നമുക്ക് ഇതിലേ അങ്ങ് പോയിട്ട് അതിലേക്ക് തിരിച്ചു. എവിടെ എവിടെ? ഓ, ഇത് നമ്മുടെ ചക്കച്ചോളയാണല്ലോ. ഓ, കിतना पैसा? 120 रुपए किलो. 120. 160. 120. ഓക്കെ. 120 രൂപയാണ് കേട്ടോ നമ്മുടെ ചക്ക. ഇതേ കപ്പിലണ്ടി. ചുമ്മാ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ. പക്ഷെ വേറെ കാര്യം ശ്രദ്ധിച്ചോ, ചൊളയായിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഉണക്കമീനും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇത് ഇവിടുന്ന് ഒരു ലോഡുണ്ട് അല്ലേ? അങ്ങോട്ട് കണ്ടവാനുണ്ട് കേട്ടോ.
ആടും എല്ലാ സാധനവും ഉണ്ട്. ഇതിലെങ്ങനെ കയറിയാലോ? ഇത് കണ്ടോ, ഇത് വെള്ള ചെമ്മീനാട്ടോ, ഇച്ചിരി ഉള്ളൂ. ഉണക്കമീൻ, ഇവിടെ ഒരു ഉണക്കമീൻ. ഈ കിടക്കുന്ന ആടുകട. ഓ പാവ ആടുകൾ അല്ലേ, നമ്മളെ പിടിച്ചു വെക്കുവോ അൻസി? ഉണക്കമീൻ കിടക്കണം. ഇതന്നെ കോഴിക്കട, എല്ലാവിധ സാധനമുണ്ട് ഇന്ന് അല്ലേ. അവിടെ ഇറച്ചിക്കടയാണെങ്കിൽ ഇതേ ഇപ്പുറത്ത് ഇതേ മീൻ കടയാണ് കേട്ടോ. ഇത് കടൽ മീനൊക്കെ ഉണ്ടല്ലേ, ചെമ്മീനുണ്ട്. ഇതാ നമ്മുടെ ഈ മീൻ. ആഹാ, എല്ലാ മീനും ഉണ്ട് കേട്ടോ. അത് മറ്റേ മീനാത്, കൂന്തളൊക്കെ കിടപ്പുണ്ട്. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ കടൽ അടുത്താണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത്. എവിടെ വല്ലതും മേടിക്കണോ? ഇത് ഈ ചെമ്മീന് വലിപ്പമുണ്ടോ അല്ലേ? തീരെ വലിപ്പമില്ല, അതാണ് എനിക്കൊരു. ഇത് കണ്ടോ, ഇത് നമ്മുടെ പൊടിമീനാണോ അല്ലേ? ഇത് ചെമ്മീൻ. ഇത് നോക്ക്, ഇത് പറ്റ ചെറുത്, വലുപ്പേ ഇല്ല അല്ലേ? തോരൻ വെക്കുമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും. ഈ ഇരിക്കുന്നത് പച്ചക്കറി ഉണ്ട്, എല്ലാവിധ സാധനവും ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി ഒരു വ്യൂ ആയി നമുക്ക്. പക്ഷെ ആൻസി ഇത് നോക്കിയേ, ഇങ്ങനെ ഒരു ഉണക്കമീൻ ആൻസി കണ്ടിട്ടുണ്ട് ഇത്രയും വലുതിനെ? നമ്മുടെ അവിടെ പീസുകളാണ് വരുന്നത് അല്ലേ? ഭയങ്കര മുഴുപ്പ് സാധനം. മീന്. ഇനി അങ്ങോട്ടെന്താ, ആ സൈഡിലേക്ക് എന്താ? ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഫുള്ള് പച്ചക്കറികളാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോ തന്നെ ആ ഒരു മണം അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് കുറെ ഉണ്ട് ആൻസി, ഫുള്ള്. പയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും ദിവസം നമുക്ക് കിട്ടാത്തതും അല്ലേ? കിഴങ്ങ്, വെളുത്തുള്ളി. ഇതെന്താ സാധനം എന്നറിയോ? മസാലയാണ്, ഗരം മസാല, നമ്മുടെ കൊപ്ര. സോപ്പ് വേണ്ടേ ആൻസി നമുക്ക്? ഏതാ സോപ്പ് വാങ്ങുന്നത്? പുളി സോപ്പ് വാങ്ങണ്ടേ? ഇത് പാത്രം കഴുകുന്നല്ലേ? ഇതേ പച്ചക്കറി, വഴുതനങ്ങ, എല്ലാവിധ സാധനവും ഉണ്ട് ഇവിടെ. ഇത് മറ്റേ മുളകല്ലേ? മുളകാ അത്? ഇത് വള്ളിപ്പയർ, ഇഞ്ചി. ഇഞ്ചി കണ്ടിട്ടില്ലാത്ത പോലെ അല്ല, നമ്മുടെ നാട്ടുകാരുടെ ഒരു കൃഷിയാണല്ലോ കൊടകിലെ ഇഞ്ചി, അതുകൊണ്ടാ. ഇതിലുണ്ടോ ഈ സോപ്പ്? ഇല്ല. കൊതുകിനെ ഓടിക്കാൻ വല്ലതും മേടിച്ച് വണ്ടിക്കകത്ത് കത്തിച്ച് വെക്കണോ? ഇത് ഫ്രൂട്ട്സ്. ഇതെന്താ സാധനം? ഇത് പുളിയാണ് അല്ലേ? പുളിയാന്ന് തോന്നുന്നു. കൊതുകിനെ ഓടിക്കുന്ന സംഭവം. ഇത് നാരങ്ങ. ആൻസിക്ക് മുറുക്കണോ? അതങ്ങനെ നല്ല മോഡലാക്കിട്ട് വെച്ചേക്കുന്നു അല്ലേ? റൗണ്ടില് അല്ലേ? അങ്ങോട്ട് കണ്ടുപോകാനുണ്ട് കേട്ടോ. വലിയ ചന്തദൂസാണ് ഇന്ന്. അതാ ആൻസി, വണ്ടികളും വരുന്നുണ്ട് കൂടെ. ക്യാബേജ്. ഇനിയിപ്പോ ചെരുപ്പ് വരെയുണ്ട്. ഇനിയിപ്പോ ഉണക്കമുളക്. ഇനിയിപ്പോ സാധനങ്ങളുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല കേട്ടോ, കാരണം എല്ലാവിധ സാധനവും ഉണ്ട്. അത് പക്ഷേ ഇത് മറ്റേ കാട്ടുപാവയ്ക്ക പോലെ ഉണ്ടല്ലോ, കരിമ്പച്ച. ആണോ? വാ, നിനക്ക് ക്ലിപ്പ് വാങ്ങണ്ടേ? ഏത് ക്ലിപ്പാണ് വേണ്ടത്? കഴിഞ്ഞ ദിവസം വണ്ടി ഇടിച്ചപ്പോൾ നമ്മുടെ ക്ലിപ്പ് പൊട്ടിപ്പോയി കേട്ടോ. ഈ ക്ലിപ്പാണോ നീ ഉദ്ദേശിച്ചത്? അല്ല, ഇതാണോ? എന്നാ ചെറുത് വാങ്ങ. ഇവിടെ ഗൂഗിൾ പേ കാണുമോ? ഇതേ നമ്മുടെ പഴയ കുപ്പിവള. ഇതെന്താ കുപ്പിവള കാണാൻ ആൻസി? ഇത് കണ്ടോ, ഇത് ഇലയില് മറ്റേ വട്ടയിലയാണോ ഡി? ഇത് വളർത്തുമീൻ അങ്ങനെ എന്തോ ആണ് അല്ലേ? അങ്ങനത്തെ സംഭവമാണ്. എണ്ണീട്ട്. ഇതേ നീ പറഞ്ഞ നീണ്ട വഴുതനങ്ങ, പക്ഷെ കളറ് മറ്റേ കളർ തന്നെയല്ലേ? എന്ത് പറഞ്ഞതിന് കാര്യമില്ല, ഇതൊരു നാട്ടുംപുറത്തെ, അതായത് ഇതൊരു നാട്ടുംപുറത്തെ ചന്തദൂസാണ് കേട്ടോ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ പൈസ തന്നെ കൊടുക്കണം. ഞങ്ങളുടെ കയ്യിലാണ് ഈ പൈസ ഒട്ടും ഇല്ലതായിരുന്നു, പേഴ്സ്. അപ്പൊ നമുക്കൊന്നും വാങ്ങൽ നടക്കൂല കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് മേളിലേക്കും
താഴേക്കൊക്കെ കിടക്കും അല്ലേ, നീണ്ട് എന്തോരാന്ന് നോക്കി. ചില്ലറ സംഭവമല്ല കേട്ടോ, എല്ലാവിധ സാധനമുണ്ട്. കരിമീൻ ജ്യൂസ്. ഈ പേരക്കേന്റെ വലിപ്പം നോക്കി. ആ എവിടെ എവിടെ? ആ ഇത് മുളച്ച സാധനം. ഇതുണ്ടോ, ഇത് നമ്മുടെ കടല മുളപ്പിച്ചത്. ഇത് ചെറുപയർ അല്ല, ഇത് വൻപയർ, ഇത് ചെറുപയർ, ഇതെന്തോ ഇവരുടെ സാധനം. ആ ഇതെല്ലാം മുളപ്പിച്ച് കൊടുക്കുന്നത്. പക്ഷേ ഈ മുളപ്പിച്ച സാധനം കറി വെച്ചാൽ സൂപ്പറാ. അതാണ് ഭയങ്കര ടേസ്റ്റും ഗുണങ്ങളും കൂടുതലാണ്. ഇവിടെ ഗൂഗിൾ പേ. അതെ, അങ്ങനെ ഒരു ചേട്ടനെ ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ, ഗൂഗിൾ പേ ഉള്ള. അപ്പോൾ ഞങ്ങൾ 2 സോപ്പ് മേടിക്കണം. നമ്മുടെ ഈ പ്രാവശ്യം ഇച്ചിരി കുളി കൂടിയോണ്ടാന്ന് തോന്നുന്നു സോപ്പ് തീർന്നു കേട്ടോ. അപ്പോൾ 2 സോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ദൗറുക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൽ കൂടി കേട്ടോ. സഹയാത്രി നഗർ എന്ന് പറയുന്ന അവിടെ നിന്ന് ലേശം ഇങ്ങോട്ട് പോകുന്നത് മതി. മഹാരാഷ്ട്രയിൽ തന്നെയാണ്. നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഗോവയ്ക്ക് പോകുന്ന റൂട്ട് എല്ലാം പണി കിട്ടും. പക്ഷെ കുഞ്ഞിതല്ലേ, ഭയങ്കര കുഞ്ഞത്. ഇപ്പൊ നമുക്ക് പോവാം. ഞങ്ങളെ വണ്ടീൻ്റെ അടുത്തേക്ക് എത്തിട്ടോ. ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പാവം ആൾക്കാരും കാര്യങ്ങളൊക്കെ, നല്ല സ്നേഹമുള്ള ആൾക്കാരൊക്കെ അല്ലേ. ഗൂഗിൾ പേ ഉണ്ട്, ചില ചേട്ടന്മാരുടെ അടുത്തുണ്ട്. പക്ഷെ ഇവിടെ റേഞ്ചിന്റെ വിഷയം ഉള്ളതുകൊണ്ട് ഗൂഗിൾ പേ നമ്മൾ ആ സോപ്പ് മേടിച്ചിട്ട് തന്നെ ഒരു 10 മിനിറ്റിന് ചെയ്യാം. ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ നല്ല സൂപ്പർ സാധനങ്ങൾ, നല്ല ഫ്രഷ് സാധനങ്ങളാണ് എല്ലാം അല്ലേ. എല്ലാ പച്ചക്കറി ആണെങ്കിലും മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രഷ് ആണ്. പിന്നെ ഈ ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഗൂഗിൾ പേ ഇല്ല എന്നുള്ള മീൻ മേടിക്കാറുള്ള ടെൻഷനാണ് ഞങ്ങൾക്ക് കേട്ടോ. ഞങ്ങൾക്കെല്ലാം ചേട്ടായിക്ക് കൂടുതൽ. പക്ഷേ ഇനി നമ്മളെ മീനിന്റെ ഫുൾ ഇങ്ങനെ പെടക്കണ മീൻ കിട്ടുന്ന സ്ഥലത്തേക്കാണ് പോണത്. ഗോവ അതായത് പോയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. എന്താണ് കൊസുമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, നിന്ന് പോകുന്ന റൂട്ടാണിത്. കൊസുമ്പ് എന്നാണ് നമ്മളിപ്പോ വന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരു മാർക്കറ്റാണ്. ഈ വഴി വരുന്ന സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ സഞ്ചികളും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സഞ്ചി എടുക്കുന്നു. 120 രൂപ ചക്കയ്ക്ക്. 1 കിലോയ്ക്ക്. 1 കിലോയ്ക്ക് ഞാൻ ആദ്യം 160 വിചാരിച്ച, പക്ഷെ 120 രൂപ. ഞങ്ങൾ അടുത്തൊരു ഗ്രാമത്തിൽ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അതായത് കുറച്ച് 4-5 കടകളും അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലേ. ഇവര് ഫുള്ള് ഫോറസ്റ്റുകാരാന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ഇവിടുത്തെ റേഷൻ കട തന്നെയല്ലേ ഇത്. അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട്. റേഷൻ അല്ലടി, ഗവൺമെൻറ് ആശുപത്രിയാണ്. ഇവിടെ ഫാർമസി ഉണ്ട് ഈ സൈഡിൽ. ഇത് ഗവൺമെൻറ് ആശുപത്രി, എന്തോ ക്ലിനിക്കോ അങ്ങനെ എന്തോ സംഭവം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ചായ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഗൂഗിൾ പേ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് കാലിച്ചായ കുടിച്ചിട്ട് പോവാം അല്ലേ. ഇവിടെ പക്ഷേ ഇച്ചിരി കൂടി ചെറിയ ഗ്ലാസ് ആയില്ലേ. ബിസ്ക്കറ്റ് എങ്ങനെയുണ്ട്? ഇത് മറ്റേ ബട്ടർ ബിസ്ക്കറ്റ് അല്ലേ. ഞങ്ങൾ 2 ബിസ്ക്കറ്റ് വാങ്ങിട്ടോ, കാരണം വേറെ ഒന്നും ആയിട്ടില്ല. ചേട്ടന്മാർ അവിടെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇതാണ് ചായ. എങ്ങനെയുണ്ട് നോട്ടെ. സൂപ്പർ, അടിപൊളി ചായ കേട്ടോ. അപ്പോൾ നമുക്കിനി ചായയും കുടിച്ചിട്ട് മെല്ലെ പോവാം അല്ലേ. ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പൊക്കെ കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പ്. അത് മെഡിക്കൽ ഷോപ്പാ. അപ്പുറത്ത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ബോർഡും കാര്യങ്ങളൊന്നുമില്ല. ഒരു സൈഡിൽ ബോർഡ് ഉണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല. ഇത് തുണി തുടയ്ക്കുന്നല്ല, തയ്ക്കുന്നല്ല. തയ്യൽ തന്നെ. ആൻസി അത് കണ്ടോ, അത് അരി പൊടിക്കുന്ന മില്ലാണ്. പഴയ മോഡൽ അല്ലേ. അത് പൊളിച്ച്. അതിൻ്റെ അപ്പുറത്ത് ചെറിയ ട്യൂഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പഴയ സൈസ് ബിൽഡിംഗ് ഉണ്ടോ. അതിൻ്റെ കഥകൊക്കെ കണ്ടില്ല, മറ്റേ സൈസ് പലകേൻ്റെ. പക്ഷെ ഇത് അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ഫോറസ്റ്റ് ഏരിയ ആണ്. എനിക്ക് തോന്നുന്നു അടിവാരമായിരിക്കും നമ്മൾ മിക്കവാറും നിൽക്കുന്നത്. പൂവല്ലേ കണ്ട് പോലെ ഒരു പൂവല്ലേ, കണ്ട പോലെ പക്ഷെ കണ്ടിട്ടില്ല. ചെറിയ ഇതാണ് ആ സൈഡിൽ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ കയറി വരുന്ന ഒരു സാധനം കണ്ടോ ആൻസി, അത് കാണുന്നുണ്ടോ? ഇതല്ല, അതായത് അവിടെ നിർത്തി കാണിച്ചു. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, മഹാരാഷ്ട്രയിലെ KSRTC പോകണം കേട്ടോ. KSRTC അല്ല കേട്ടോ ആൻസി, മഹാരാഷ്ട്രയിലെ വണ്ടി. അപ്പോൾ നമുക്കിനി വേഗം പോവാം അല്ലേ. ഞാൻ ഒരു സംഭവം കണ്ട് ഇറങ്ങിയതാണേ. ഇവിടെയൊക്കെ ഈ മേളിലേക്ക് കാണുന്നതൊക്കെ കശുമാവിൻ്റെ തോട്ടങ്ങളാട്ടോ.
ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമുക്ക് കേരളത്തിൽ കൂടി പോകുന്നൊരു ഫീലുണ്ട്. വെട്ടുകല്ലും കാര്യങ്ങളൊക്കെ അതേപോലെ കശുമാവ്. താഴെ നോക്കി എന്നെ ഒരു വ്യൂ അല്ല ഇവിടുന്ന് കറക്റ്റ് കാണുന്നില്ല. നമുക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പുറത്തേക്ക് ചെന്നാൽ കുറച്ചും കൂടി ഒരു വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങാട്ടോ, അവിടെ ഇറങ്ങിയിട്ട് ഒന്നും കൂടി ഒന്ന് കാണിച്ചാൽ. പക്ഷെ എന്നാലും ഇവിടെ നോക്കുന്നത് ഇതൊരു ഡാമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. വണ്ടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഈ റോഡിൽ. ഇതുകൊണ്ടേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വമ്പനൊരു ഫോറസ്റ്റിന്റെ നടുക്ക് കൂടിയാണ്. ഫോറസ്റ്റ് മാത്രം നല്ലൊരു നല്ല വ്യൂ ഉണ്ട്. നല്ല വ്യൂ. പക്ഷെ അപ്പുറത്തെ സൈഡ് ഡാമിന്റെ എന്തോ ഡാം എന്തോ ഞാൻ പക്ഷെ അതിന്റെ പേര് നോക്കിയിട്ട് കാണുന്നില്ല. പേര് അതിനകത്ത് കാണുന്നില്ല. ഇത് പക്ഷെ ഇവിടെ നടന്നൊക്കെ പോകുന്നവര് അല്ലേ? ഇവിടെ തന്നെയുള്ള ആൾക്കാരായിരിക്കും. പുള്ളി കുപ്പിവെള്ളം കരുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആ ഒരു ചുരത്തിന്റെ ഫീലാണ്, നമ്മുടെ വയനാടൻ ചുരത്തിന്റെ ഫീലാണെന്ന് നോക്കി. അതായത് അല്ല അങ്ങനെയല്ല, വയനാടൻ ചുരത്തിലാണെങ്കിൽ ഫുള്ള് ബ്ലോക്ക്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. വണ്ടി പോയത് അറിയാമോ? പോലീസല്ലേ? അത് കാര്യമാക്കണ്ട. ഇത്രയും നേരത്തെ അസുഖങ്ങളെല്ലാം മാറി ഞങ്ങള് NH 166 കയറിട്ടോ. അവിടെ റോഡ് പണി. അപ്പൊ നമ്മൾ എത്ര നേരം അതിൽ കൂടെ കയറ്റി വിട്ട് എന്തായാലും നന്നായിരുന്നു അല്ലേ? അതെ. പക്ഷെ ആ നല്ലൊരു ഇഷ്ടപ്പെട്ട ആ ഒരു ഏരിയ കേട്ടോ. ആ മാർക്കറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? ആ സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റിയില്ല. പക്ഷെ അവിടുന്ന് ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റഡ് ആവാത്ത കുറെ സ്ഥലങ്ങളുണ്ട് അല്ലേ? പിന്നെ അവരൊക്കെ അവരൊക്കെ സാധാരണ കർഷകരാണ്. അങ്ങനത്തെ ഒരു സ്ഥലം. സാധാ ഗ്രാമത്തിലെ ആൾക്കാരും അവരുടേതായ കാര്യങ്ങളൊക്കെ രീതികളും. ഇപ്പൊ നമ്മളെ ഫോറസ്റ്റിൽ കൂടെ തന്നെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല വഴിയില്ലേ? ഇതൊക്കെ പുതിയ ടാറിങ്ങാ അല്ലേ? ഇത് ഒത്ത നടുക്ക് കൂടെയാണ് പോകുന്നത്. ഇവിടെ കൂടുതലും മറ്റേ ഇതിന്റെ തോട്ടമുണ്ട്, കശുമാവ് അല്ലേ? കശുമാവ് തോട്ടം കൊറേ ഉണ്ട്. പക്ഷെ ഒരു കശുമാങ്ങ കിട്ടിയില്ലല്ലോ. ഇതൊക്കെ കശുമാവും തോട്ടാ. പക്ഷെ പൂത്തിട്ടേ ഉള്ളൂ, കായില്ല. ഫോറസ്റ്റ് അല്ല, ചിലത് ഫോറസ്റ്റ് അല്ല കേട്ടോ. ചിലത് അവിടെ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഫോറസ്റ്റ് അല്ല. പക്ഷെ ഇതൊക്കെ ഫോറസ്റ്റ് ആണ്. പോവാം നമുക്ക് ഇങ്ങനെ. ഇതെല്ലാം ഇവിടുത്തെ ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഫുള്ള് വെട്ടുകല്ല് അല്ലേ? അത് കണ്ടപ്പോഴാണ് എനിക്ക് കണ്ണൂര് കാസർഗോഡിന്റെ ഒക്കെ ഒരു ചായ ഉള്ള സ്ഥലം. അത് മഹാരാഷ്ട്രയിലാണ്. എന്താ പറയാ ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർ വീടൊക്കെ. സാധാരണ വീട്. ഇതുണ്ടോ? ഇത് ഇവിടുത്തെ ഒരു കശുമാവും തോട്ടാണ് കേട്ടോ. അതായത് മഹാരാഷ്ട്രയിലെ ഇത് കണ്ടോ മാവും തോട്ടം. പക്ഷെ മാങ്ങയൊന്നും ഇല്ല അല്ലെ? കണ്ണിമാങ്ങ കുഞ്ഞതുണ്ട്. പക്ഷെ നമ്മൾ ഇന്നലെയൊക്കെ റോഡ് സൈഡിൽ കണ്ടല്ലോ ഇഷ്ടംപോലെ മാങ്ങ പഴം വിൽക്കുന്ന അല്ലേ? അതിപ്പോ എവിടുന്നാ ആർക്കറിയാം ഇവിടുന്നാണ്. ശരിക്കും കർണാടകയിൽ കയറുമ്പോ ചിലപ്പോ കിട്ടണ്ടേ? കർണാടകയിൽ ചിലപ്പോ കാണുമായിരിക്കും, സാധ്യത ഉണ്ടാവും. അങ്ങനെ അടുത്ത ഗ്രാമത്തിലെ അടുത്ത ചന്ത എത്തി കേട്ടോ. ഞങ്ങള് പക്ഷെ ഇറങ്ങുന്നില്ല, കാരണം നമ്മളൊരു ചന്ത കാണിച്ചതാണല്ലോ. സെയിം സംഭവങ്ങളൊക്കെ തന്നെ. പച്ചക്കറി ആട്ടോ ഇത് മൊത്തം, കൂടുതലും പച്ചക്കറി ഐറ്റംസ് ഒക്കെ ആട്ടെ. ചന്തയാണ് ഇവിടെ. റോട്ടിൽ കൂടെയാണ് ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിച്ച് നടന്നു തന്നെ പോണേ. നമ്മളൊരു പരിധി കൂടുതൽ ഹോൺ അടിച്ച് ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല. വലിയ ചന്തയാലേ? ഇതും അത്യാവശ്യം നേരത്തെ പോലെ തന്നെ വലിയതാ. സ്ത്രീകളും പുരുഷന്മാരും ഒന്നും ഇല്ല, എല്ലാരും ഇറങ്ങി മേടിക്കുന്നു അവനവന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങള്. ഇവിടെയും പക്ഷെ ചേട്ടാ മല്ലിച്ചപ്പം കൊണ്ട് നല്ല മോനെ മല്ലിച്ചപ്പം പോയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടറാന്നുള്ള രീതിയാണല്ലോ ചേട്ടന്റെ പോക്ക്. ഇവിടെയും പക്ഷെ ആ കുഞ്ഞു ചെമ്മീനും ആ ചെമ്മീൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് ചേട്ടേ. ഛത്രപതി ശിവജിയുടെ എന്തോ സംഭവത്തെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതാ പച്ചമീനുണ്ടല്ലോ. എല്ലാം ഉണ്ട്. പച്ചമീൻ വലിയ വലിയ പച്ചമീനുകളൊക്കെ ഇരിക്കുന്നു. കഷ്ണമീനുകളുണ്ട്, മത്തിയുണ്ട്, അയലയുണ്ട്, മത്തിയുണ്ട്. ഭയങ്കര പാടാ നമുക്ക്. വീട്ടിൽ നിന്ന് തന്നെ നമ്മള് വെക്കുമ്പോ തന്നെ നമ്മുടെ കൈയൊക്കെ മണത്തെടുക്കില്ല. പിന്നെ ഇവിടെ നിന്ന് പറയണം. ലോറിക്കാരൊക്കെ പോകുന്നുണ്ട്. പാചക എന്നാണോ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ എന്തോ ഒരു സ്ഥലപ്പേരാളില്ലേ?
എന്തായാലും ഈ റൂട്ട് കേറി വന്നത് നമുക്ക് നല്ല നല്ല അടിപൊളി അടിപൊളി കാഴ്ചകളാണ്. കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല സൂപ്പർ. എവിടെയെങ്കിലും കശുമാവ് കിട്ടുകയാണെങ്കിലേ ഒരെണ്ണം പറിക്കായിരുന്നു. അതെ, ചുമ്മാ പറിച്ചു തിന്നായിരുന്നു. നാട്ടുകാരുടെ തല്ലും മേടിച്ച് ഓടായിരുന്നു നമുക്ക് അല്ലേ. അങ്ങനെ ഇറങ്ങുമ്പോ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, വണ്ടി ഓഫ് ആക്കരുത്. ഓടാൻ പറ്റുന്ന ഭാഗത്ത് ഒരാള് വണ്ടിക്കകത്തിരിക്കുക, ഒരാള് ഇറങ്ങി പറിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അടി കിട്ടുമോ എന്നുള്ളൊരു ഇത് വന്നു കഴിയുമ്പോ അങ്ങനെയൊന്നും തല്ലില്ല. ഒരു കശുമാവ് പറിച്ചിട്ട് ആരെയൊക്കെ തല്ലിയേക്കണെന്ന് കശുമാവ് പറിച്ചാൽ തല്ലും, കശുമാങ്ങ പറിക്കുകയാണെങ്കിൽ തല്ലില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഞങ്ങളൊരു കശുമാവിൽ നിറച്ച് കശുമാങ്ങാട്ടോ പഴുത്ത് നല്ല ചുവക്കന്ന് കിടക്കുകയാണേ. അത് കണ്ടപ്പോൾ നിർത്തി കേട്ടോ. ചേട്ടി 2 പറിക്കാന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ ആ വീട്ടിലൊന്ന് പോയി ചോദിച്ചിട്ട് വരാം. ഓക്കെ, വീട് കാണുന്നുണ്ട്. ആ ഗ്ലാസ് അടച്ചിട്ട്. ഓക്കെ, അതാണ് കേട്ടോ കശുമാവിൻ്റെ വീട്, കശുമാവിൻ്റെ മുതലാളിയുടെ വീട്. അവിടെ ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ചേട്ടൻ. കേട്ടോ കശുമാവും തോട്ടം, ഇത് തോട്ടമാണ്. ഇവർക്ക് ഇവിടെ ഫുള്ള് കശുമാവും തോട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഇപ്പോൾ പോയ ആ ഒരു അവരുടെ ആ ഗ്രാമത്തിലെ ആ ഒരു കച്ചവടത്തിലൊക്കെ ഈ കശുമാവ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കശുമാങ്ങ കപ്പലണ്ടി പോയി ചോദിച്ചിട്ട് വരട്ടെ, എന്താ പറയുന്നതെന്നൊന്നും അറിയില്ല. ചേട്ടായും അവിടുത്തെ പയ്യനും, അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. ചേട്ടാ ആ പയ്യനോട് അത്ര ചോദിച്ചേ, ഈ വീട്ടിലെ ഓണറാണ്. അപ്പോൾ പുള്ളി ചേട്ടയ്ക്ക് പറിച്ചു കൊടുക്കുക കേട്ടോ. പുള്ളി വലിയ തോട്ടിയൊക്കെ ആയിട്ട് വലിയ കുറേ പറിക്കാനങ്ങാണ്ട് പോയേക്കണേന്ന് തോന്നുന്നു കേട്ടോ. ഇത് പറിച്ചു. ഓ മതി, ഈ തോട്ടിയൊക്കെ വെച്ച് പറിച്ചു തന്നു കേട്ടോ. ഓക്കേ, മൂന്നെണ്ണം കിട്ടിയില്ലേ? ഓക്കെ, മധുരമുണ്ടോ? കുറേ കാലങ്ങൾക്ക് ശേഷം ഈ സാധനം കഴിക്കാൻ കിട്ടണം. ആണല്ലേ, ഇവിടെ കുറേ ഉണ്ട് അല്ലേ. വേണോന്ന് വേണോന്നില്ല, നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല മധുരം. നല്ല മധുരം കൊള്ളാട്ടോ. ചോദിക്കാൻ തോന്നി, നന്നായില്ലേ? അതേപോലെ അവർ പറിച്ചു വരെ തന്നു. പറിച്ചു തന്നുണ്ടോ? നമ്മൾ പോയി ചോദിക്കാതെ പറിക്കുന്നേക്കാൾ പറിച്ചു പറിക്കുന്ന ഞാൻ വേണല്ലേ. നല്ല മധുരം. അടിപൊളി സാധനം, അടിപൊളിയല്ലേ? ചേട്ടാ ഇതുവരെ അങ്ങനത്തെ പഴുത്ത് കഴിച്ചിട്ടില്ല. അല്ല, ഞാൻ കഴിച്ചതിന് ഫുള്ള് ഭയങ്കര കമർപ്പായിരുന്നു. പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ ഞാൻ ആ ചെറുക്കൻ അവിടെ ഉള്ളിൽ ഇരിക്കുവായിരുന്നേ. ഞാൻ ചുമ്മാ ചെന്ന് ഫോണിൽ എന്തോ കളിക്കുക. അപ്പൊ ഞാൻ ചുമ്മാ ചെന്നിട്ട് ഇങ്ങനെ, ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, എനിക്കാണ് ഇതിന്റെ പേരും കിട്ടുന്നില്ല. അപ്പൊ പേരറിയത്തില്ല, കശുമാവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഈ മരം ചൂണ്ടിക്കാണിച്ച്. അപ്പൊ പുള്ളി എന്ത് ചെയ്ത്, നിക്ക് ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുള്ളി നേരെ പുറകിൽ പോയിട്ട് തോട്ടി എടുത്തിട്ട് വന്ന് പറിച്ചു തന്നത്. ഞാൻ പിന്നെ പുള്ളി പറിച്ച് തന്നപ്പോ ഞാൻ 2 മതി എന്നാ പറഞ്ഞേ. പിന്നെ കൂടുതൽ വേണമെന്ന് പറയുന്നത് മോശമല്ലേ. പക്ഷെ നല്ല മധുരം അല്ലേ. ഇതിന്റെ മഞ്ഞയുണ്ട്, ഈ പഴത്തിന്റെ മഞ്ഞ പഴമുണ്ട്. ഞാൻ വേറെ കാര്യം പറയട്ടെ, ഈ സാധനം മാറ്റിയെടുക്കുന്ന എന്തോ ആണ് ഫെന്നി, ഗോവയിലെ ഇവിടെയൊക്കെ വലിയ കശുമാവും തോട്ടം ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഇവിടെ ഇഷ്ടം പോലെ. വെറുതെ അല്ലേ, ഗോവ എടുക്കാനായില്ലേ, അതുകൊണ്ടാ. അതെല്ലാ സ്ഥലത്തിന്റെ ഈ അതിർത്തി ഉണ്ടല്ലോ, അതിർത്തികൾ തമ്മില് ഒരേപോലെ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ അവിടുന്ന് താളൂര് എന്നാലേ തമിഴ്നാടാ, പക്ഷെ എന്നാലും അവിടെ മൊത്തം മലയാളികളും രണ്ടും ഏതാണ്ട് ഒരേപോലെ അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ. എല്ലാം അവിടെയൊക്കെ ഏകദേശം തമിഴ്നാട് അതിന് പറയാൻ പറ്റില്ല. അതില് കൊറേ ഒട്ടുമിക്ക ആൾക്കാരും മലയാളികളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. എന്നാലും വഴി എനിക്ക് ഇഷ്ടപ്പെട്ട്, അതിലേറെ ഇഷ്ടപ്പെട്ടു ആൾക്കാരെ. അതെ, അങ്ങനെ ഞങ്ങളെ ഗ്രാമക്കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങള് NH 66 കയറാൻ പോവാട്ടോ. വലിയൊരു ഹൈവേ കേറി. അങ്ങനെ ഞങ്ങള് ഹൈവേ കയറി കേട്ടോ. ഇത്ര നേരമുള്ള കാഴ്ച അടിപൊളിയായിരുന്നു. ഞങ്ങളിങ്ങനെ ഗോവയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, ലെങ്ത് കൂടും വീഡിയോയ്ക്ക്. അതുകൊണ്ട് ചിലവരിങ്ങനെ കംപ്ലൈന്റ് പറയുന്നുണ്ട്, ഇച്ചിരി ലെങ്ത് കുറയ്ക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ